കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വചനവുമായി നിൽപ്പാൻ കർത്താവ് എന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ദൈവം നമ്മോട് സംസാരിക്കണം. പ്രൈസ് ഗോഡ് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുകയാണ്. എന്നാൽ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. വചനം കേൾക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് സംസാരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ശ്രേഷ്ഠമായത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മേൽത്തരമായത് ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവമേ ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രൈസ് ഗോഡ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ മാസം മുഴുവൻ യെശയ്യാ പ്രവചനത്തിൻ്റെ 2-ാം ഭാഗം 33 മുതൽ 34 മുതൽ 66 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം അടി മുതൽ മുടി വരെ യാതൊരു സൗഖ്യമില്ലാത്ത ഇസ്രായേൽ ജനത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ്റെ നിലവിളിയോടുകൂടെയാണ് ദൈവത്തിന്റെ സ്തോത്രം ഈ യെശയ്യാ പ്രവചനം ആരംഭിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം 1-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല. എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടി തൊട്ട് മുടി വരെ ഒരു സുഖവും ഇല്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. വളരെ ശോചനീയമായ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. ആ സമയത്ത് ബാബേൽ പ്രവാസത്തിൽ ഇവരായിരിക്കുമ്പോൾ പ്രവാചകനായിരിക്കുന്ന പ്രൈസ് ഗോഡ് ഹല്ലേലൂയ യെശയ്യാവ് മുൻകൂട്ടി കണ്ട അവരുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ പ്രൈസ് ഗോഡ് എടുത്ത് പറയുകയാണ്. പ്രൈസ് ഗോഡ് വായിക്കുന്നത് അടിതൊട്ട് മുടി വരെ ഒരു സൗഖ്യവുമില്ല. പ്രൈസ് ഗോഡ്. മാത്രമല്ല അതിൻ്റെ റിസൾട്ട് 7-ാം വാക്യം. നിങ്ങളുടെ ദേശം ശൂന്യമായി, ദേശം ശൂന്യമായി, നിങ്ങളുടെ പട്ടണങ്ങൾ തീക്കിരയായി, പട്ടണങ്ങൾ തീക്ക് ഇരയായി. നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. നിങ്ങൾ കാണുക അന്യജാതിക്കാർ നിങ്ങളുടെ നാട് തിന്നുകളയുന്നു. പ്രൈസ് ഗോഡ്. മൊത്തം പ്രശ്നങ്ങളാണ്, ഒന്നിനു പുറകെ ഒന്നായി ഒരു വലിയ പ്രശ്നങ്ങളുടെ പരമ്പരയിൽ കൂടെ കടന്നു പോവുകയാണ്. പ്രൈസ് ഗോഡ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അയ്യോ, അതിൻ്റെ 4-ാം വാക്യം. അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. അയ്യോ പാപമുള്ള ജാതി, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന ജനം. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഈ ഒരു കണ്ടീഷനിൽ അവർ മുമ്പോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മാറ്റം വരാൻ സാധ്യതയില്ല. പ്രൈസ് ഗോഡ്. തുടർന്ന് 58 അധ്യായത്തിന് ശേഷം ദൈവത്തിന്റെ സ്തോത്രം 59-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വരുമ്പോൾ പ്രവാചകൻ പറയുകയാണ്, ദൈവത്തിന് രക്ഷിക്കാൻ കഴിവില്ലാതായിട്ടല്ല, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. നമ്മൾ നിങ്ങളുടെ പ്രാർത്ഥിച്ചിട്ട് തന്നെ മറുപടി ഇല്ലാത്ത, പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല. പ്രൈസ് ഗോഡ്. പിന്നെ എന്നാ പ്രശ്നം? പ്രവാചകൻ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്.
നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറക്കുമാറാക്കിയത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവം മുഖം മറച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം നമ്മുടെ പാപങ്ങളും നമ്മുടെ അകൃത്യങ്ങളും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 58-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ഉറക്കെ വിളിക്കാം, ഉറക്കെ വിളിക്കാം, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗ്രഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് അനുഗ്രഹിക്കണമെന്നുണ്ട്. യാക്കോബ് ഗ്രഹത്തെ ദൈവത്തിന് അനുഗ്രഹിക്കണം. ഇസ്രായേൽ ഗ്രഹത്തെ ദൈവത്തിന് അനുഗ്രഹിക്കണം. പക്ഷേ പ്രൈസ് ഗോഡ്, ദൈവവുമായി ഭിന്നിച്ചിരിക്കുന്ന അവസ്ഥയിൽ അകൃത്യങ്ങളും പാപങ്ങളും ഇസ്രായേലിനെ ചുഴന്നു നിൽക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ദൈവം പ്രവാചകനിൽ കൂടെ പറഞ്ഞു, ഇസ്രായേൽ ജനത്തിന് അവരുടെ പാപങ്ങളെയും അവരുടെ അകൃത്യങ്ങളെയും നീ അറിയിക്കാം. പ്രൈസ് ഗോഡ്. അടങ്ങി ഇരിക്കരുത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇനി താഴോട്ട് വായിക്കുമ്പോൾ അടുത്ത വാക്യം. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. എങ്കിലും അവർ ദിനംപ്രതി എന്നെ അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്ത ഒരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ചു, ദൈവത്തോടടുപ്പാൻ വാഞ്ചിക്കുന്നു. അവർ രണ്ട് കാര്യം ചെയ്യുന്നു. ഒന്ന്, ദിനംപ്രതി അന്വേഷിച്ച് എൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. പ്രൈസ് ഗോഡ്. രണ്ട്, അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോടടുപ്പാൻ വാഞ്ചിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ വാക്യം ദൈവത്തെ അറിയാത്തവർക്ക് ആപ്ലിക്കബിൾ അല്ല. ഇതിന് നല്ല ശതമാനവും നമുക്ക് വ്യക്തിപരമായി ആപ്ലിക്കബിളാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല പലതിനും. നമ്മൾ ദൈവസന്നിധിയിൽ വെച്ച പല വിഷയങ്ങൾക്കും ഒരു റിപ്ലൈയും കിട്ടിയിട്ടില്ല. പ്രൈസ് ഗോഡ്. എന്നിട്ടും നമ്മൾ പ്രൈസ് ഗോഡ് ദിനംപ്രതി അവനെ അന്വേഷിച്ച് ദൈവത്തിൻ്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. പ്രൈസ് ഗോഡ്. നീതിയുള്ള വെപ്പുകളെ ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ശരിയല്ലേ? നമുക്കറിയാം ദൈവം സഹായിച്ചതെല്ലാം ശരിയാവും. ദൈവത്തോട് അടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവത്തോട് അടുത്ത് ചെന്ന് ദൈവത്തെ സ്തോത്രം അവൻ്റെ വഴികളെ അറിഞ്ഞ് ദൈവത്തെ സ്തോത്രം അവൻ്റെ നീതി മനസ്സിലാക്കി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ നടക്കുന്നില്ല. ദൈവം പ്രസാദിച്ചാൽ എൻ്റെ കാര്യം ശരിയാകും. ഇല്ല, ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും 100% ഉറപ്പുള്ളൊരു കാര്യമാണ്, ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ കാര്യങ്ങൾ ശരിയാകും. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾക്ക് മാറ്റം വരാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രൈസ് ഗോഡ്, പ്രാർത്ഥനയ്ക്ക് മറുപടി എന്ന് ഞാൻ പറയുമ്പോൾ പരിഹാരമാകണമെന്നില്ല, വിഷയത്തിന് പരിഹാരമാകണമെന്നില്ല. പണ്ടൊരു ദൈവശാസ്ത്രജ്ഞൻ, ഒരു വേദശാസ്ത്രജ്ഞൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് 3 വിധത്തിലുള്ള മറുപടിയുണ്ട്. ഒന്ന്, പ്രൈസ് ഇന്നെ മറുപടി ഇതാ പിടിച്ചോ. 2, നീ വെയിറ്റ് ചെയ്യ്. 3, ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരത്തില്ല. പ്രൈസ് ഗോഡ്. ഇതിൽ 3-ൽ ഏതെങ്കിലും ആയി നമുക്ക് രക്ഷപ്പെട്ടു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ റെഡിയാണ് വെയിറ്റ് ചെയ്യാനല്ലേ. 2012 കഷ്ടപ്പെട്ട് 2013 കയറിയിരിക്കുന്ന നമ്മളോട് കർത്താവ് പറയുകയാണ്, ജൂൺ മാസമാകുമ്പം ഞാൻ എല്ലാം ശരിയാക്കിയേക്കാം. മതി, നമുക്ക് സന്തോഷമായി. പ്രൈസ് ഗോഡ്. കാരണം ഇനി ഒരു 6 മാസം, അതിൽ ജനുവരി തീരാറായി, ഇനി ഒരു 4 മാസം കൂടെ കഴിഞ്ഞ് എൻ്റെ പ്രശ്നം ശരിയാകും. വെയിറ്റ്. പ്രൈസ് ഗോഡ്. ഇനി മറുപടി ഇല്ല, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല, നമുക്ക് ആ വിഷയം എഴുതിത്തള്ളാം. ഏതായാലും മറുപടി കിട്ടത്തില്ല, പിന്നെ കിടന്ന് കഷ്ടപ്പെടാനായാലും. പ്രൈസ് ഗോഡ്. പക്ഷേ ഇവിടുത്തെ സ്ഥിതി അതല്ല. ഇവിടുത്തെ സ്ഥിതി ദൈവത്തിന് സ്തോത്രം, ഈ റേഞ്ച് ഇല്ലാത്തടത്ത് ഫോൺ ചെയ്യുന്ന പോലെ. നമ്മളിവിടെ നിന്ന് ഇഷ്ടം പോലെ പറയുന്നുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് ഹലോ 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 ഹലോ, കേൾക്കുന്നില്ല കേൾക്കുന്നില്ല കേൾക്കുന്നില്ല. എന്തോ ചെയ്യും? ചിലർ ഫോൺ പിടിച്ചിട്ട് ഏറ് കൊടുക്കും, കാര്യം ശരിയാവത്തില്ല.
പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നമ്മുടെ വിഷയം എന്താണ് അത് മനസ്സിലാക്കിയാൽ പ്രൈസ് ഗോഡ് പരിഹാരം കിട്ടും. നമ്മുടെ വിഷയം പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടില്ല, 1. 2, പ്രവർത്തിക്കാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുതായിട്ടില്ല. പിന്നെ എന്നാ പ്രശ്നം? നമ്മുടെ പാപങ്ങളും നമ്മുടെ അകൃത്യങ്ങളും ദൈവവും നമ്മളും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടാൻ സാധിക്കത്തില്ല. പ്രൈസ് ഗോഡ്. യെശയ്യാ പ്രവചനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പറയുന്നത് പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, പ്രശ്നത്തിൻ്റെ പരിഹാരവും ഇതിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മുടെ പ്രശ്നം നമുക്ക് മനസ്സിലായി. ഇനി ഇതിൻ്റെ പരിഹാരം എന്ത്? ദൈവത്തിന് സ്തോത്രം. ദൈവത്തെയും എന്നെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന വിഷയമേതോ ആ വിഷയത്തിന് പരിഹാരം വരണം. പ്രൈസ് ഗോഡ്. ആ വിഷയത്തിന് എങ്ങനെ പരിഹാരം വരും? വിഷയം എന്നാ? പാപം, അകൃത്യം, അതിക്രമം. ഇതിനൊരു പരിഹാരം ഉണ്ടാകണം. എങ്ങനെ വരും? ദൈവം നീതിയുള്ള ന്യായാധിപതി ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം മുഴുവനും നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ വിഷയത്തിനൊരു പരിഹാരം വരണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഗ്രഹിച്ചേ പറ്റൂ. 1, റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം. റോമാലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പ്രൈസ് ഗോഡ്. അപ്പോൾ പാപത്തിന് പരിഹാരം വന്നില്ലെങ്കിൽ ഇതിങ്ങനെയും അവസാനിക്കത്തേ ഉള്ളൂ. ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധം ശരിയാകാത്തിടത്തോളം കാലം എനിക്ക് വിടുതലില്ല. എൻ്റെ വിഷയത്തിന് മറുപടിയില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പ്രൈസ് ഗോഡ്. വേറെ വല്ല മാർഗമുണ്ടോ? ഈ പാപത്തിൻ്റെ ശമ്പളം എനിക്ക് കൈപ്പറ്റുന്നതിൽ നിന്ന് എന്നെ ഒഴിവാക്കാൻ വേറെ മാർഗമുണ്ടോ? പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ വീണ്ടും ദൈവ വ്യവസ്ഥകൾ വെച്ചു. എബ്രായർക്ക് ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പൊ രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പ്രൈസ് ഗോഡ്. അപ്പൊ എൻ്റെ പാപത്തിന്റെ പരിഹാരം ഉണ്ടാകണമെങ്കിൽ രക്തം ചൊരിയണം. കാരണം വചനം പറയുന്നു ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. അപ്പം ദൈവത്തിന് സ്തോത്രം. എൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ രക്തം ചൊരിയണം. ഞാൻ ചൊരിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതൊരു പരിഹാരമാകത്തില്ല. കാരണം നമ്മുടെ നീതി പ്രവൃത്തികളോ നമ്മുടെ സ്വന്തമായിട്ടുള്ള എഫർട്ടുകളോ ഒന്നും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. ഊനമില്ലാത്ത ഒരു കുഞ്ഞാട്, ഊനമില്ലാത്ത ഒരു പശുക്കിടാവ്, ഊനമില്ലാത്ത ഒരു കാളക്കിടാവ്, യാതൊരു ഊനവുമില്ലാത്ത ഒരു യാഗമൃഗം അർപ്പിച്ച്, യാഗമൃഗത്തിൻ്റെ രക്തം അർപ്പിച്ച് പഴയ നിയമത്തിൽ ജനം പ്രൈസ് ഗോഡ് പാപത്തിൻ്റെ പരിഹാരം കണ്ടുവന്നു. കാരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. എന്നാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാനവജാതിയുടെ പാപത്തിന് വേണ്ടി എന്നേക്കുമായൊരു പരിഹാരം വരുത്തുവാൻ ദൈവം തൻ്റെ തിരുഹൃദയത്തിൽ ഒരു പദ്ധതി നിശ്ചയിച്ചു. അതുവരെയും ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം മാനവജാതിയുടെ പാപങ്ങൾക്ക് വേണ്ടി ആണ്ടുതോറും മഹാപുരോഹിതൻ അർപ്പിച്ചു പോന്നു. പക്ഷേ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത ഈ യാഗങ്ങൾ ജനത്തിന്
യഥാർത്ഥത്തിൽ സന്തോഷം കൊടുത്തില്ല, സമാധാനം കൊടുത്തില്ല, വിടുതൽ കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ യേശു ഈ ഭൂമിയിലേക്ക് തൻ്റെ ഏകജാതനായ പുത്രനെ, യേശുവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചു. യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി യേശുവിൻ്റെ രക്തത്തിൽ കൂടെ മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരമുണ്ടാകും. പ്രൈസ് ഗോഡ്. ആ പരിഹാരം ഏറ്റെടുക്കുവാൻ ദൈവം, പ്രൈസ് ഗോഡ്, മനുഷ്യന് വിശ്വാസത്താലുള്ള നീതീകരണമെന്ന കൃപയുടെ പ്രമാണം പുതിയ നിയമത്തിൽ യേശുവിൽ കൂടെ കൊണ്ടുവന്നു. പ്രൈസ് ഗോഡ്. റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോടുള്ള സമാധാനം പോയാൽ, പ്രൈസ് ഗോഡ്, ജീവിതം ദുഷ്കരമാകും. രാവും പകലും ഒരുപോലെ ദണ്ഡനം അനുഭവിക്കുന്ന ഒരു അനുഭവത്തിൽ വരും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപം കടന്നുകൂടിയാൽ മാനസികമായി അവൻ ഏതെല്ലാം അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമെന്ന് അറിയണമെങ്കിൽ, ജീവിതത്തിലൊരു വീഴ്ച പറ്റിയപ്പോൾ ദാവീദ് എഴുതിയ 51-ാം സങ്കീർത്തനം വായിച്ചാൽ, ഒരു മനുഷ്യൻ പാപത്തിൽ വീണ് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോകുന്ന പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വേദനകളും ദുഃഖങ്ങളും മനോഹരമായി ദാവീദ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ 51-ാം അധ്യായം സങ്കീർത്തനം. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. കർത്താവേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. ഒന്നാമത് ദൈവത്തോട് സ്തോത്രം. അവൻ ദൈവത്തോട് പാപം ചെയ്തൊരു വ്യക്തി ദൈവത്തോട് നിലവിളിക്കാൻ ആരംഭിക്കണം. പാപത്തിന്റെ പരിഹാരം ലഭിക്കാൻ ദൈവത്തോട് പാപം ചെയ്തവൻ ദൈവത്തോട് നിലവിളിക്കണം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. അടുത്ത വാക്യം. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. എന്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. അടുത്തത്. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്നെ കഴുകണമേ. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിന്റെ പ്രാർത്ഥന കൊണ്ട് പരിഹരിക്കാൻ കഴിയാതെ വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ദൈവസന്നിധിയിൽ ശോധന ചെയ്തിട്ട് കുറവുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ചിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, എൻ്റെ പാപങ്ങൾ പോക്കി എന്നെ നന്നായി കഴുകി വെടിപ്പാക്കണമേ. പ്രൈസ് ഗോഡ്. പ്രാർത്ഥനയ്ക്ക് മറുപടികൾ കിട്ടാതെ ഇനി അധികം കാലം മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. എൻ്റെ ജീവിതത്തിലെ കുറവുകളാണ്, എൻ്റെ കുറവുകളാണ്, എൻ്റെ അകൃത്യങ്ങളാണ്, എൻ്റെ പാപങ്ങളാണ് എൻ്റെ ദൈവത്തെയും എന്നെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇതെങ്ങനെ തിരിച്ചറിയും? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, നിന്റെ പ്രാഗൽഭ്യം, യുവർ കോൺഫിഡൻസ്. പ്രൈസ് ഗോഡ്. പലർക്കും ഞാൻ പറയുമ്പോൾ നിങ്ങളോട് പിണങ്ങരുത്. ഒരു വിഷയം വന്നാൽ പ്രാർത്ഥിച്ച് മേടിക്കാനുള്ള തൻ്റെ ഇടവും പ്രാഗൽഭ്യവും അല്ല ഉള്ളത്. പലർക്കും കരഞ്ഞ് മേടിക്കാനുള്ള മനോഭാവമാണ്. പ്രൈസ് ഗോഡ്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്, ദൈവത്തെ സ്തോത്രം, കുറച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ എനിക്ക് മറുപടി കിട്ടുമെന്നാണ്. കരച്ചിലല്ല വേണ്ടത്, ഏറ്റുപറച്ചിലാണ് വേണ്ടത്. പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ കരച്ചിലല്ല വേണ്ടത്. ചെല്ലു പറയുമ്പോൾ ഞാൻ എന്തോ പാപം ചെയ്തിട്ടാണ്. പ്രൈസ് ഗോഡ്. വായിക്കാം താഴോട്ട്. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് മാനുഷികമായി നോക്കിയാൽ ശരിയെന്ന് തോന്നിയത്, ലോകപരമായി നോക്കിയാൽ ചെയ്തത് ശരിയെന്ന് തോന്നിയത്, പ്രൈസ് ഗോഡ്, നാട്ടുകാരുടെ മുമ്പിൽ ശരിയെന്ന് തോന്നിയത്, വ്യക്തിപരമായി നിന്നോട് സംസാരിച്ചാൽ നീ ചെയ്തത് തെറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തോട് പറയാൻ സാധിക്കണം, കർത്താവേ, എൻ്റെ പാപം എൻ്റെ മുമ്പിലിരിക്കുന്നു, എൻ്റെ പാപം എൻ്റെ മുമ്പിലിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്തിനാ ഇതെന്നറിയാമോ? എൻ്റെ ലംഘനങ്ങളും എൻ്റെ അകൃത്യങ്ങളുമാണ് ഈ ദൈവസന്നിധിയിൽ എൻ്റെ മറുപടി കിട്ടാൻ തടസ്സമായി വ്യാപരിക്കുന്നത്. എന്നിട്ട് വായിച്ചു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു, നിനക്ക് അനിഷ്ടമായിട്ടുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. 7-ാം വാക്യം, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണം, ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമേ എന്ന് കരയാനല്ല, എന്നെ കഴുകണമേ എന്ന് പറഞ്ഞ് കരയാനിടയായി തീരണം. താഴോട്ട് വായിക്കാം. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. പ്രൈസ് ഗോഡ്. ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം ഏറ്റുപറഞ്ഞ് ദൈവകൃപയിൽ നിന്നുകൊണ്ട്, കർത്താവേ, നീ എന്നോട് മനഃപൂർവ്വമായി ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. എന്നിട്ട് 10-11, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ. പലപ്പോഴും നമ്മൾ ദൈവത്തെ കൂടുതൽ അന്വേഷിക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? പ്രശ്നം കൊണ്ടുവരും. പ്രശ്നം പരിഹരിച്ചാലോ പ്രാർത്ഥന കുറയും, ആരാധന കുറയും, വായന കുറയും, ഉറക്കം കൂടും, തീറ്റ കൂടും, ഉപവാസം കുറയും. പ്രൈസ് ഗോഡ്. സ്ഥിരമായ ഒരാത്മാവ്. നമ്മൾ ഈ നാളുകളിൽ ശക്തിയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, ഒരു സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഒന്ന് ആലോചിച്ച, എല്ലാത്തിനും സ്ഥിരതയുണ്ടോ? വ്യക്തിപരമായുള്ള പ്രാർത്ഥനയ്ക്ക് സ്ഥിരതയുണ്ടോ? ദൈവവചനം വായിക്കുന്നതിന് സ്ഥിരതയുണ്ടോ? ദൈവവചനം വായിക്കുന്നതിന് സ്ഥിരതയുണ്ട്. പലർക്കും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒത്തിരി ആളുകൾക്ക്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ ഒരധ്യായം വായിച്ചിട്ടല്ലാതെ കിടക്കത്തില്ല എന്ന് തീരുമാനിച്ചെന്ന് വിചാരിച്ചു. രാത്രി ഞാൻ ഒരധ്യായം വായിച്ചിട്ടേ കിടക്കൂ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരധ്യായം വായിച്ചിട്ടേ പണി തുടങ്ങൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എഴുന്നേറ്റ വേദപുസ്തകം തപ്പിയെടുക്കും, തുറക്കും. പ്രൈസ് ഗോഡ്. ക്രമമായി വായിക്കുന്നെങ്കിൽ അങ്ങനെ അല്ല, കിട്ടുന്ന അധ്യായമാണ്, അങ്ങനെ ഒറ്റ വായന വായിക്കും, അടയ്ക്കും. രാത്രി കിടക്കുന്നതിന് മുമ്പ് വേദപുസ്തകം എടുക്കും. യെശയ്യാ പ്രവചനം ഈ മാസത്തെ ധ്യാനചിന്തയാണ്, പുസ്തകമാണ്. പ്രൈസ് ഗോഡ്. തുറന്നു, അധ്യായം എടുത്തു, വായിച്ചു, അടച്ചു, മാറ്റിവെച്ചു, കിടന്നു. എന്താ വായിച്ചത്? ഒരു പിടിയുമില്ല. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ കടമ കഴിക്കുന്നവരെ പോലെ ഒരു പ്രാർത്ഥന കഴിക്കാനുള്ളവരല്ല. കടമ കഴിക്കുന്നത് പോലെ വേദപുസ്തകം വായിക്കാനുള്ളവരല്ല. ചിലരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഇന്നലെ എന്തോ വായിച്ചത്, ഞാൻ ഈ കൗൺസിലിങ്ങിന് ചോദിക്കും, ഇന്നലെ എന്നാ വായിച്ചത്? സങ്കീർത്തനം. മിനിയാന്നോ? സങ്കീർത്തനം. നാലാന്നാളോ? സങ്കീർത്തനം. സങ്കീർത്തനം. അതല്ലാതെ പുസ്തകത്തിനകത്ത് വേറെ ഒന്നും വായിക്കുകയില്ല. പ്രൈസ് ഗോഡ്. ഇന്നാൾ ഒരാൾ വന്നപ്പോൾ പറഞ്ഞു കേട്ടു, സങ്കീർത്തനം. ഞാൻ ഏത് സങ്കീർത്തനമാണ്? 23. ഇന്നലെയോ 23, മിനിയാന്നോ 23, കഴിഞ്ഞ വർഷം വരെ ചോദിച്ചു. 23. പ്രൈസ് ഗോഡ്. ചിലർ പ്രഷറിന് ഗുളിക കഴിക്കും. ഒരര ഗുളിക അല്ലെങ്കിൽ ഒരു ഗുളിക എല്ലാ ദിവസവും കഴിച്ചുകൊണ്ട് കിടക്കും. 23-ാം സങ്കീർത്തനം പ്രഷറിൻ്റെ ഗുളിക അല്ല. ഇച്ചിരി ചൂടുവെള്ളം എടുത്ത് അങ്ങനെ കഴിക്കാനുള്ള സാധനം അല്ലിത്. സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. ആത്മീയത്തിലൊരു സ്ഥിരത വേണം.
ആരാധനയ്ക്കൊരു സ്ഥിരത വേണം, പ്രാർത്ഥനയ്ക്കൊരു സ്ഥിരത വേണം, ഉപവാസത്തിനൊരു സ്ഥിരത വേണം. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. പ്രൈസ് ഗോഡ്. 11-ാം വാക്യം, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നിന്റെ പരിശുദ്ധാത്മാവിനിൽ എടുക്കുകയും വരുത്. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. രക്ഷയുടെ സന്തോഷം അനുഭവിച്ചിട്ടുള്ളവർ കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ഇത് നഷ്ടപ്പെട്ട മനസ്സിലാവും, ഇത് കുറഞ്ഞാൽ മനസ്സിലാവും, ഇത് പോയാൽ മനസ്സിലാവും. പ്രൈസ് ഗോഡ്. രക്ഷയുടെ സന്തോഷം കുറയുമ്പോൾ മനസ്സിലാക്കണം, ദൈവത്തിന് സ്തോത്രം, എൻ്റെ കണ്ണ് പാപം ചെയ്തു, എൻ്റെ കൈ പാപം ചെയ്തു, ഞാൻ ദൈവത്തിന് നിരക്കാത്തത് ചെയ്തു, ദൈവം അനുവദിക്കാത്തത് ചെയ്തു. പ്രൈസ് ഗോഡ്. ഇപ്പോൾ എന്നെയും എൻ്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുകയാണ്. മഹാനായ CC പ്രകാരം പറഞ്ഞു, CC പ്രകാരം പറഞ്ഞു, ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നിൽ വിശ്രമം കണ്ടെത്തുന്നത് വരെ ഞാൻ വിശ്രമം എന്തെന്ന് അറിയയില്ല. Until I find rest in thee, I will not know what is rest is. Praise God. ദൈവത്തിൽ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടോടുകൂടി, ഈ ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള വാഞ്ചയോടുകൂടി, മാൻ നീർത്തോടുള്ള ചെല്ലുവാൻ കാക്ഷിക്കുന്ന ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാക്ഷിക്കുന്നു എന്നുള്ള ഒരു താല്പര്യത്തോടുകൂടി ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, കണ്ണുനീർ രാവും പകലും ആഹാരമായി തീർന്നിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ആമേൻ, പ്രൈസ് ഗോഡ്, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നിന്റെ കൂടാരത്തിനകത്ത് മുഴങ്ങാനിടയായി തീരും. പ്രൈസ് ഗോഡ്. അതിന് ചെയ്യേണ്ടത് 2-3 കാര്യങ്ങളൂടെ ചെയ്ത ശേഷം ഞാൻ അടുത്തേക്ക് പോകാം. പ്രൈസ് ഗോഡ്. അതിന് ചെയ്യേണ്ടത് 28-ാം പ്രോവർബ് 28:13 സദൃശവാക്യം 28:13. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. എങ്ങനെയാണെന്നറിയാമോ? 1 യോഹന്നാൻ 1-ാം അധ്യായം 7, 8, 9. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 8, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ, എനിക്കൊരു പാപവും ഇല്ലെന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. ഒന്ന് ശോധന ചെയ്താൽ അറിയാം, ദൈവത്തിന് നിരക്കാത്തത്, ദൈവവചനത്തിന് നിരക്കാത്തത്, ദൈവകൃപയെ ആമേൻ ഹല്ലേലൂയ നിരക്കാത്തത് ഒത്തിരി ചെറുതും വലുതുമായ വിഷയങ്ങൾ മനസ്സ വാച കർമ്മണ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയി ജയം ഘോഷിക്കാനിടയായി. എൻ്റെ ജഡത്തിൽ കൂടെ ആമേൻ, എൻ്റെ ആത്മാവിൽ കൂടെ, എൻ്റെ ദേഹി ആത്മാവിൽ കൂടെ ആമേൻ പ്രൈസ് ദി ലോർഡ് പാപത്തിൻ്റെ ഒരു തേരോട്ടം കടന്നുപോയി. അതുകൊണ്ട് എൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ ദൈവസന്നിധിയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. പ്രൈസ് ഗോഡ്. ഇനി സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തിനാ തിരുവത്താഴം ശുശ്രൂഷ വെച്ചിരിക്കുന്നത്? അതിൻ്റെ ഒരു ഉദ്ദേശം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഇതിലേക്ക് കൈനീട്ടുവാൻ. വിശുദ്ധ സംസർഗം, ഹോളി കമ്മ്യൂണിയൻ, തിരുവത്താഴം എന്നൊക്കെ പറയുന്ന ശുശ്രൂഷ ദൈവം മനുഷ്യന് തന്നിരിക്കുന്നത് ഇതിനാണ്, സഭയ്ക്ക് തന്നിരിക്കുന്നത് ഇതിനാണ്. ദൈവസന്നിധിയിൽ തന്നെത്താൻ ശോധന ചെയ്യുവാൻ. പ്രൈസ് ഗോഡ്. അങ്ങനെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ, സദൃശവാക്യം 28:13 വായിക്കാം. തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്, വെറുതെ ഏറ്റുപറഞ്ഞാൽ പോരാ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പ്രൈസ് ഗോഡ്. ഇനി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ആരെങ്കിലും തയ്യാറല്ലെങ്കിൽ, 32-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ.
ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ ഒരു മനുഷ്യന്റെ ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥകളാണത്. പക്ഷേ ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഏറ്റുപറയാത്ത പാപം എന്റെയും നിന്റെയും അസ്ഥികൾക്ക് ക്ഷയമാണ്. ദൈവത്തോട് ഏറ്റുപറയാത്ത പാപം എന്റെയും നിന്റെയും അസ്ഥികൾക്ക് ക്ഷയമാണ്. അസ്ഥി ക്ഷയിച്ചാലത്തെ കുഴപ്പം എന്നറിയാമോ? അസ്ഥിയാണ് ഷെയ്പ്പ് കൊടുക്കുന്നത്. അസ്ഥിയിൽ മാംസം പൊതിഞ്ഞ് രൂപം വരുത്തുന്നു, പക്ഷെ ഷെയ്പ്പ് കൊടുക്കുന്നത് അസ്ഥിയാണ്. ജീവിതത്തിൽ പാപം കുടികയറിയാൽ ആ പാപത്തെ കൈകാര്യം ചെയ്യേണ്ടതുപോലെ കൈകാര്യം ചെയ്യാതെ പോയാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കാലക്രമത്തിൽ നിന്റെ ഷെയ്പ്പ് മാറും. നിന്റെ ബിസിനസിന്റെ ഷെയ്പ്പ് മാറും, ജോലിയുടെ ഷെയ്പ്പ് മാറും, വരുമാനത്തിന്റെ ഷെയ്പ്പ് മാറും, നീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെയൊക്കെ ഷെയ്പ്പ് മാറും. പ്രൈസ് ഗോഡ്. അങ്ങനെ വരാതിരിക്കാൻ, ആ അനുഭവത്തിൽ എത്തിച്ചേർന്നാൽ വേറൊരു പ്രശ്നം വാക്യം ഒന്നുകൂടെ വായിച്ച്. ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം ഞരക്കം നിത്യമായിരിക്കും. തൻ്റെ ലംഘനങ്ങളെ പറയാത്തവന് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തോട് ഏറ്റുപറയേണ്ടത് ദൈവത്തോട് ഏറ്റുപറയണം, മനുഷ്യനോട് ഏറ്റുപറയേണ്ടത് മനുഷ്യനോട് ഏറ്റുപറയണം, സഭയോട് ഏറ്റുപറയേണ്ടത് സഭയോട് ഏറ്റുപറയണം, വീട്ടിലേറ്റുപറയേണ്ടത് വീട്ടിലേറ്റുപറയണം. മനസ്സിലാക്കണം. ഒരു വിധത്തിലും അല്ലാതെ പരിഹാരമില്ല. പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് നീ ഇനിയൊരു യാഗം അർപ്പിക്കാൻ വ്യവസ്ഥയില്ല, ഇനിയൊരു കാളക്കിടാവിനെ അർപ്പിക്കാൻ വ്യവസ്ഥയില്ല, ഒരു പശുക്കിടാവിനെ അർപ്പിക്കാൻ വ്യവസ്ഥയില്ല. കർത്താവായ യേശു ക്രിസ്തു കുറ്റമില്ലാത്ത രക്തം ഒരിക്കലായി ചിന്തിക്കഴിഞ്ഞു. ഇനി ആ രക്തത്താൽ എന്നെ കഴുകി വെടിപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. അത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ വേണം. പാപത്തിന് പല ഭാവങ്ങളുണ്ട്. പാപം, ലംഘനം, അകൃത്യം, അതിക്രമം. ഇതിൽ ഏതൊക്കെ നിലവാരത്തിലാണെന്ന് ആരും പറയേണ്ട, നമുക്കറിയാം. ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി തരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ അസ്ഥികൾ ക്ഷയിച്ചു പോയി, ഷെയ്പ്പ് മാറി. അടുത്ത വാക്യം. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായി. രാവും പകലും ദൈവത്തിന്റെ കൈ നിന്റെ മേൽ ഭാരമാകും. ദൈവത്തിന്റെ കൈ ഭാരമാകും. ദൈവത്തിന്റെ കൈ ഭാരമാക്കുന്നത് എങ്ങനെയെന്നറിയാമോ? സങ്കീർത്തനക്കാരൻ പറയുന്നത്, നീ മുൻപും പിൻപും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. മുമ്പോട്ടും പോകാൻ പറ്റത്തില്ല, പുറകോട്ടും പോകാൻ പറ്റത്തില്ല, ചാടാനും പറ്റത്തില്ല. അവിടെ ഇട്ട് ഒതുക്കും. ദൈവം നിന്നെ ആയിരിക്കുന്ന സ്ഥാനത്ത് ഒതുക്കും. പരിഹാരം, തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് രൂപം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ദൈവത്തിൻ്റെ കരുണ കിട്ടിയാൽ ആ സെക്കൻഡിൽ കാര്യം മാറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി അടുത്ത വാക്യം. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. മജ്ജ വറ്റിപ്പോയി. പ്രൈസ് ഗോഡ്. അടുത്തത്. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ പാപം നിന്നോട് അത് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. പ്രൈസ് ഗോഡ്. കർത്താവായ യേശുവിൽ, അവൻ്റെ യാഗത്തിൽ നമുക്ക് ക്ഷമ കിട്ടി. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് യെശയ്യാവ് 53-ാം അധ്യായം എഴുതിയത്. 53-ാം അധ്യായത്തിൽ 7 പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നു,
നമ്മുടെ പാപങ്ങൾക്ക്, നമ്മുടെ അകൃത്യങ്ങൾക്ക്, അവൻ അതിക്രമങ്ങൾക്ക് അവൻ പരിഹാരം വരുത്തി. പെട്ടെന്ന് നോക്കാം, 53-ന്റെ 4-ാം വാക്യം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. പാപത്തിന്റെ ഫലമായി വന്ന രോഗങ്ങളും വേദനകളും അവൻ ചുമന്നൊഴിച്ചു. അടുത്തത്, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇനി 6-ാം വാക്യം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. 3-ാമത്തെ റെഫറൻസ്. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മുടെ 53-ന്റെ 5-ാം വാക്യത്തിന്റെ മേൽഭാഗം നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി. എന്നിട്ട് അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നു. പ്രൈസ് ഗോഡ്. അപ്പം ദൈവത്തിന്റെ സ്തോത്രം. 4-ാമത് പറയുന്നു, 8-ാം വാക്യം. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു. 4-ാമത് പറയുന്നു, എൻ്റെ ജനത്തിന്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 9-ാം വാക്യം. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി. പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന ദൈവികത്തിന്റെ ന്യായപ്രമാണം നിവൃത്തിയാകത്തക്കോണം യേശു പ്രാണനെ വിട്ടു. അടുത്ത വാക്യം. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു, എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നമ്മൾ തകരേണ്ട സ്ഥാനത്ത് തന്റെ പിതാവ് തന്റെ ഏകജാതനെ തകർത്തു. അടുത്തത്, അവന് കഷ്ടം വരുത്തി അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. പ്രൈസ് ഗോഡ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷപ്രാപിക്കും. കാരണം അവന്റെ പ്രാണൻ എനിക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി 11-ാം വാക്യം. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും, നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അങ്ങനെ ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാകും, ഭിന്നത മാറും. അടുത്തത്, അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. 5-ാമത് വീണ്ടും പറയുന്നു, കർത്താവായ യേശുക്രിസ്തു മാനവജാതിയുടെ അകൃത്യങ്ങളെ വഹിക്കും. ഇനി അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് കൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോട് കൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും. 6-ാമത് പറയുന്നു, അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട്. 7-ാമത് പറയുന്നു, ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് കൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇങ്ങനെ യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്ന് വിശ്വസിച്ച് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നിനക്ക് ദൈവത്തോട് സമാധാനമുണ്ടാകും. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ, ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴിയുമ്പോൾ, പ്രൈസ് ഗോഡ്, ദൈവത്തോട് സമാധാനമുണ്ടാകും. ആ ഏറ്റുപറച്ചില് എവിടെയൊക്കെ വേണമെന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് ഉപദേശിച്ചു തരുന്നതിനനുസരിച്ച് ചെയ്തോണം. വീടിന് പുറത്തുള്ളവരോട്, സഭയ്ക്ക് പുറത്തുള്ളവരോട്, സഭയ്ക്ക് അകത്തുള്ളവരോട്, വീടിന് പുറത്തുള്ളവരോട്, വീടിനകത്തുള്ളവരോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, കൂടെ പഠിച്ചവരോട്, കൂടെ താമസിക്കുന്നവരോട്, അയൽക്കാരോട്, എനിക്കറിയത്തില്ല എവിടെയൊക്കെയാണ് അകൃത്യങ്ങളും പാപങ്ങളും ലംഘനങ്ങളും കടന്നുകൂടിയതെന്ന് അറിയത്തില്ല. പക്ഷെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും, അതോടെ പ്രശ്നത്തിന് പരിഹാരവും കിട്ടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, പ്രശ്നത്തിന്റെ പരിഹാരം കിട്ടിയാൽ ഷേപ്പ് മാറും. പഴയ ഷേപ്പില്ല വരുന്നത്, പിന്നെ അങ്ങോട്ട് തെളിയുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി 20 വിധത്തിൽ നിന്നെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങും. 58-ാം അധ്യായത്തിൽ നമ്മൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞ ആ വിഷയങ്ങൾ അങ്ങോട്ട് ഏറ്റെടുത്ത് കഴിയുമ്പോൾ 58-ന്റെ 8 മുതൽ വായിക്കാം. 58-ന്റെ 8 മുതൽ
14 വരെയുള്ള 6 വാക്യങ്ങൾ വായിച്ചാൽ 20 വിധത്തിൽ നീ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. കൊച്ചു കാര്യമല്ല. നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ ദൈവമായിട്ടുള്ള നമ്മുടെ സമാധാനമില്ലാത്ത ബന്ധം ശരിയായി കഴിയുമ്പോൾ 20 വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ വായിക്കാം. 1, 8-ാം വാക്യം. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഈ പുറത്തുള്ള വെളിച്ചവും അകത്തുള്ള വെളിച്ചവും തമ്മിലൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോ ശരിയായാൽ മാത്രമേ വെളിച്ചം കാണാൻ പറ്റൂ. പുറത്തുള്ള വെളിച്ചവും അകത്തുള്ള വെളിച്ചവും തമ്മിൽ ഒരു റേഷ്യോ ഉണ്ട്. ഉദാഹരണത്തിന്, സന്ധ്യ ആകുന്ന സമയത്ത് കാറിന് ഹെഡ്ലൈറ്റ് ഇട്ടാലും ഒന്നും കാണുകയില്ല. പ്രൈസ് ഗോഡ്. പക്ഷെ ശരിക്കും അങ്ങോട്ട് രാത്രിയായി കഴിയുമ്പോൾ വിട്ടാൽ മൈലുകൾ കാണാം. പകല് ഹെഡ്ലൈറ്റ് ഇട്ടാലും കാണാൻ പറ്റും. ഈ സന്ധ്യ സമയത്ത് ഒരു ആ റേഷ്യോ ഒക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നിന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ വാട്ട് കൂടുന്നുമില്ല, കുറയുന്നുമില്ല. 60-ൻ്റെയോ 90-ൻ്റെയോ 110-ൻ്റെയോ ബൾബ് മാറുന്നില്ല. അതേ ബൾബ്, അതേ ബാറ്ററി, അതേ പവർ. പക്ഷേ പ്രൈസ് ഗോഡ്, പുറത്തുള്ള വെളിച്ചവുമായി റേഷ്യോ ശരിയാകുമ്പോഴാണ് നിന്റെ വണ്ടിക്ക് വെട്ടമുണ്ടാകുന്നത്. ഇന്ന് രാത്രി ആദ്യം ചെയ്യുന്നത്, പ്രൈസ് ഗോഡ്, നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കത്തക്കവണ്ണം ദൈവം ഒരു അഡ്ജസ്റ്റ്മെന്റ് നിനക്ക് ചുറ്റും നടത്തും. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം, നീ എത്ര ഡിമ്മിട്ടിട്ടും ബ്രൈറ്റ് ഇട്ടിട്ടും ഒന്നും കാണാതിരുന്ന സ്ഥാനത്ത് ദൈവം അത് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മൈലുകൾ മുമ്പിൽ, 100 കണക്കിന് അടി മുമ്പിൽ വ്യക്തമായി കാണത്തക്കവണ്ണം കാര്യങ്ങളുടെ പ്രസക്തിക്ക് മാറ്റം വരും. ഇന്ന് രാത്രി എന്തെനിക്ക് ഭവിക്കും, എന്തായി തീരുമെന്ന് ചിന്തിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ദൈവവുമായി നിരപ്പ് പ്രാപിക്കാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന വിഷയങ്ങളുടെ വ്യക്തമായ രൂപം നിനക്ക് കിട്ടാനിടയായി തീരും. ഒന്നാമത് ചെയ്യുന്നത് അതാണ്. കാര്യങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാക്കും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണെന്നറിയാമോ? പലതും അവ്യക്തമാണ്. നന്നാകാതിരിക്കാം, ചീത്തയാകാതിരിക്കാം. ആകപ്പാടെ ഒരു അവിയിൽ പരുവത്തി കിടക്കുക, ഒരു പിടിയുമില്ല കാര്യങ്ങൾക്ക്. പ്രൈസ് ഗോഡ്. ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എടുക്കുന്നതുകൊണ്ടൊരു ധാരണയുണ്ട്, ചിലപ്പോൾ ശരിയാകും. പക്ഷെ ഉറപ്പുണ്ടോ? പ്രൈസ് ഗോഡ്. രാത്രി ഉറപ്പ് തരുന്നൊരു പ്രമാണം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ മാറ്റം വരുത്തുന്നത്, നിന്റെ തലമുറയിൽ മാറ്റം വരുത്തുന്നത്, നിന്റെ വീട്ടിൽ മാറ്റം വരുത്തുന്നത്, ബിസിനസ്സിൽ മാറ്റം വരുത്തുന്നത്, ജോലിയിൽ മാറ്റം വരുത്തുന്നത്, സർവശക്തനായുമുള്ള ഭിന്നിപ്പ് മാറിയാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടും. ഒരു എസ്തേറിന് ഉപവാസം കഴിഞ്ഞ അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ലെന്ന് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് യഥാർത്ഥത്തിൽ ഒരു മാനസാന്തരവും യഥാർത്ഥത്തിൽ യഥാസ്ഥാനവും നടന്നതിനിടയായാൽ ഇന്ന് രാത്രി ചിലരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് നിന്റെ വിഷയങ്ങൾ കുറിച്ചു വച്ചിട്ടുള്ള ഫയൽ എടുപ്പിക്കും. ദിനവൃത്താന്ത പുസ്തകം കൊണ്ടുവരും. നിന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നവന് ആ വിഷയം കൈകാര്യം ചെയ്യത്തക്കവണ്ണം ദൈവം ഓർഡറിടും. പ്രൈസ് ഗോഡ്. അന്ന് രാത്രി ഇട്ട ഓർഡർ തന്നെയായിരുന്നു. സാധാരണ പകലല്ല ഓർഡർ ഇട്ടത്. പ്രാകാരത്തിൽ ആരുള്ളൂ? ഹാമാൻ അവിടെ നിൽക്കുക. എന്തിനാ നിൽക്കുന്നത്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മൊർദെഖായിക്കെതിരായുള്ള മരണവാറണ്ട് ഒപ്പിടാൻ നിൽക്കുക. പ്രൈസ് ഗോഡ്. നോക്കാം, എസ്തറിന്റെ പുസ്തകം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. പ്രാകാരത്തിൽ ആരുള്ളൂ എന്ന് രാജാവ് ചോദിച്ചു. എന്നാൽ ഹാമാൻ മൊർദെഖായിക്ക് വേണ്ടി താൻ തീർപ്പിച്ച കഴിവിന്മേൽ അവനെ തൂക്കിക്കളയേണ്ടതിന് രാജാവിനോട് അപേക്ഷിപ്പാൻ രാജധാനിയുടെ പുറത്ത് പ്രാകാരത്തിൽ വന്ന് നിൽക്കുകയായിരുന്നു. ആമേൻ. ഹാമാനെ തൂക്കിക്കളയാൻ താനുണ്ടാക്കിയ കഴുമരത്തിൽ അവനെ തൂക്കിലേറ്റാൻ ഓർഡർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വന്ന ഹാമാൻ പിറ്റേന്ന് എങ്ങനെയാ പോയതെന്നറിയാമോ? ആ വരവ് തിരിച്ചു പോയത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഹാമാൻ, ദൈവത്തിന് സ്തോത്രം. 12-ാം വാക്യം.
മൊർദെഖായി രാജാവിന്റെ വാതിക്കൽ മടങ്ങി വന്നു. മൊർദെഖായി രാജാവിന്റെ വാതിക്കൽ മടങ്ങി വന്നു. ഹാമാനോ ദുഃഖിതനായി തല മൂടിയും കൊണ്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോയി. മൊർദെഖായിയുടെ ഡെത്ത് വാറണ്ട് കൊണ്ടുപോകാൻ വന്നവനാണ്, അവന് മരണ വാറണ്ട് ഒപ്പിടിച്ചു കൊണ്ടുപോകാൻ വന്നവനാണ്. പക്ഷേ ദൈവം അന്ന് രാത്രി പ്രവർത്തിച്ചപ്പോൾ തല മൂടിയും കൊണ്ട് ദുഃഖത്തോടെ തന്റെ വീട്ടിലേക്ക് പോയി. നിന്നെ നശിപ്പിക്കാൻ നിൽക്കുന്ന ശത്രു ഇന്ന് രാത്രി ദുഃഖിച്ചുകൊണ്ട് തല മൂടിക്കൊണ്ട് മടങ്ങി പോകത്തക്കവണ്ണം പ്രവർത്തിക്കാൻ കഴിവുള്ള അവൻ എസ്തറിന്റെ ദൈവം ജീവിക്കുന്നു, മൊർദെഖായിയുടെ ദൈവം ജീവിക്കുന്നു. നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്ന വിഷയം ഇന്ന് രാത്രി കൈകാര്യം ചെയ്യാമോ? ദൈവം നിനക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രവർത്തിക്കും. ഹല്ലേലൂയ. നിന്റെ പ്രകാശം ഉഷസ് പോലെ ശോഭിക്കും. പ്രൈസ് ഗോഡ്. 2, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. യെശയ്യാ 52:8 വീണ്ടും പറയുന്നു, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ മുറിപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേഗത്തിൽ പൊറുതി വരത്തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി നിന്റെ ശരീരത്തിന്മേൽ വ്യക്തമായി വ്യാപരിക്കും. അവന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. ഇന്ന് രാത്രി രോഗാത്മാവുമായി വന്നിരിക്കുന്ന, രോഗത്തിന്റെ വേദനയുമായി പ്രയാസവുമായി പ്രതികൂലം വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നസ്രായനായ യേശുവിന്റെ ഹല്ലേലൂയ മരണത്താൽ നിന്റെ രോഗത്തിന് സൗഖ്യം വന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് പാപത്തിന്റെ സൗഖ്യം വരുമ്പോൾ, പാപത്തിന്റെ വിടുതൽ വരുമ്പോൾ, നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിന് ഇന്ന് രാത്രി സൗഖ്യം വരും. ഇന്ന് രാത്രി ഏറ്റുപറയാൻ മനസ്സുള്ളവർ കരമുയർത്തിയാട്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ആമേൻ. സകല രോഗങ്ങളെയും നീ വഹിച്ചു, പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ വഹിച്ചുവെന്ന് ഞങ്ങൾ പാടുകയല്ല, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളത് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ശരീരത്തിൽ വ്യാപരിച്ച് ഞങ്ങളെ രോഗത്തിലാക്കിയിരിക്കുന്ന, ഞങ്ങളുടെ അവയവങ്ങളിൽ രോഗമിട്ടിരിക്കുന്ന, ഞങ്ങളുടെ പുറമെയുള്ള അവയവങ്ങളിൽ രോഗമിട്ടിരിക്കുന്ന, അകമയുള്ള അന്തരാവയവങ്ങളിൽ രോഗമിട്ടിരിക്കുന്ന ഇന്ന് രാത്രി ഈ ശരീരങ്ങളിൽ നിന്ന് നീ വിട്ടുപോ. Be healed in the name of Lord Jesus. Be healed, be healed, be healed, be healed. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നടക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. നാളുകളായി ബന്ധിച്ചിട്ടുന്ന രോഗാത്മാവിൽ നിന്ന് ഇന്ന് രാത്രി ചില ജീവിതങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. അമ്പല ബൗഡക ചകലക ജലബല ഹത്തുല ബൗഡ ഉദര രോഗങ്ങൾ, stomach disease, I command in the name of Lord Jesus, be healed right now. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ലിവർ ഡിസീസ്, അവന് കരളിനെ ബാധിക്കുന്ന രോഗങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. രക്തത്താൽ ജയമെടുക്കുകയാണ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിൽ മേലും യേശുവിന്റെ രക്തം ഞാൻ തളിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ചെസ്റ്റ് ഡിസീസ്, ഹാർട്ടിനെ ബാധിക്കുന്ന, നെഞ്ചിനെ ബാധിക്കുന്ന വേദനകളായാലും അത് ബ്ലോക്കുകളായാലും യേശുവിന്റെ നാമത്തിൽ ഐ റിമൂവ് ഓൾ ദ ബ്ലോക്സ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ, സൗഖ്യങ്ങൾ നടക്കട്ടെ. അടബല ഹദുലക ജനബല ഹന്തല ഭൗഡക ശൈനക രഗന അർത്തല ജവന ദലബൽ ഖൗഡക രഗതകവ പ്രൂദാരക ശംബാരവ. ഒരു തലമുറയില്ലാതെ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ കിടക്കുന്ന ചില കുടുംബങ്ങൾക്ക് I release the power of Jesus, the power of the Holy Spirit, the power of the Triune God tonight. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹന്നയെ അനുഗ്രഹിച്ച ദൈവമേ, റെബേക്കയെ അനുഗ്രഹിച്ച ദൈവമേ, എലിസബത്തിനെ അനുഗ്രഹിച്ച ദൈവമേ, ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റാഹേലിന്റെ ഗർഭം തുറന്ന ദൈവമേ, ചില കുടുംബങ്ങളിൽ വിടുതലുകൾ നടക്കട്ടെ.
ഓ ജീസസ്, ജീസസ്, ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബോൺ ഡിസീസ്, അസ്ഥികളെ ബാധിച്ച് പോരാടിക്കൊണ്ടിരിക്കുന്ന, മജ്ജയെ ബാധിച്ച്, മാരോയെ ബാധിച്ച് പോരാടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ be healed. Praise God. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. യേശുവിൻ്റെ നാമത്തിൽ നിനക്ക് പാപത്തിൻ്റെ സൗഖ്യം വരുമ്പോൾ അതിനകത്ത് രോഗത്തിൻ്റെ ശാന്തിയുണ്ട്, അതിനകത്ത് ശാപത്തിൽ നിന്നുള്ള വിടുതലുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ശാപത്തിൽ കിട്ടിയിരുന്ന, ശാപിച്ചിട്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതലുണ്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആഭിചാര കെട്ടുകളെയും മന്ത്രവാദത്തിൻ്റെ കെട്ടുകളെയും, ഹല്ലേലൂയ ഹല്ലേലൂയ, കൂടോത്രത്തിൻ്റെ കെട്ടുകളെയും, അനേക കുടുംബങ്ങളെ തകർത്തിട്ടുകൊണ്ട്, അനേക കുടുംബങ്ങളുടെ ഭാവി നശിപ്പിച്ചുകൊണ്ട്, തലമുറകളെ നശിപ്പിച്ചുകൊണ്ട്, കുടുംബങ്ങൾ നശിപ്പിച്ചുകൊണ്ട്, ബിസിനസ്സുകളെ നശിപ്പിച്ചുകൊണ്ട്, ജോലിയെ തകർത്തുകൊണ്ട്, ആരോഗ്യത്തെ തകർത്തുകൊണ്ട്, ബുദ്ധിയെ തകർത്തുകൊണ്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആഭിചാര കെട്ടുകളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി I rebuke. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. ഇന്ന് രാത്രി സർവശക്തനോട് ഇണങ്ങാൻ നോക്ക്, സർവശക്തനോട് ഇണങ്ങാൻ നോക്ക്. നിന്റെ രോഗത്തിന്റെ സൗഖ്യം ഇന്ന് രാത്രി നടക്കുകയാണ്. അടുത്തത്, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. നിനക്ക് നീതി നിന്റെ കയ്യിൽ ഉണ്ടായിട്ടും അതിന് ഒരു ഫലവും കാണാതിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ഏറ്റുപറയേ, ദൈവത്തിൻ്റെ നീതി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. അത് കോടതിയിൽ വെളിപ്പെടാൻ പോകുകയാണ്, അത് മേൽക്കോടതിയിൽ വെളിപ്പെടാൻ പോകുകയാണ്, അത് കീഴ്ക്കോടതിയിൽ വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ നീതി ഇവിടെ ഇരിക്കുന്ന ചില കുടുംബങ്ങളുടെ മേൽ, ചില വ്യക്തികളുടെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. അടുത്തത്, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായി. നാലാമത് പറയുന്നു, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. മുമ്പിൽ നടന്ന ദൂതൻ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു, മുമ്പിൽ നടന്ന ദൂതൻ പുറകോട്ട് മാറി നിന്നു. എന്തിനെന്നറിയാമോ? മിസ്രൈം സൈന്യവും ഇസ്രായേൽ സൈന്യവും തമ്മിൽ അടുക്കാതിരിക്കാൻ. ഇന്ന് രാത്രി നിന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന മിസ്രൈം സൈന്യങ്ങൾ നിന്നോട് അടുത്ത് വരാതിരിക്കാൻ, ശത്രു സൈന്യങ്ങൾ നിന്നോട് അടുത്ത് വരാതിരിക്കാൻ യഹോവയുടെ മഹത്വം നിനക്ക് പിൻപടയായിരിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പിന്നെയും അടിമപ്പാടിലേക്ക് പിടിച്ചു കൊണ്ടുപോകുവാൻ മുന്നോട്ട് പുറകിൽ നിന്ന് വന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന യുദ്ധശക്തികളെ, ദുഷ്ടശക്തികളെ, ഫറവോന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാണ്. 9-ാം വാക്യം, അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. കണ്ടോ? അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. ഇന്ന് രാത്രി എൻ്റെ ദൈവം ഉത്തരം തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കരമെടുത്ത് സ്തോത്രം ചെയ്താട്ട്. 6-ാമത് പറയുന്നു, നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളി. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്നവൻ അരുളി ചെയ്യും. നീ നിലവിളിക്കുന്ന സെക്കൻഡ് കൊണ്ട് കോടാനുകോടി ഗോളങ്ങളെ താണ്ടി ആകാശമേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് യേശുവിന്റെ ദൈവത്തെ പോലൊരു ദൈവമില്ല. അവൻ നിന്റെ സഹായത്തിനായി മഹിമയോടെ മേഘാരൂഢനായി വരുന്നുവെന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ നിനക്ക് സഹായം വരും. ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, അടഞ്ഞു കിടക്കുന്ന സഹായത്തിന്റെ വഴികൾ, ശത്രു അടച്ച സഹായത്തിന്റെ വഴികൾ മേഘാരൂഢനായി വരുന്ന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി തുറക്കട്ടെ. 7-ാമത്, നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. വഷളത്വവും സംസാരിക്കുന്ന നുകവും വിരൽ ചൂണ്ടുന്നതും ഈ ബ്ലെയിമിങ്, കുറ്റം പറച്ചിലും എല്ലാം നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. പ്രൈസ് ഗോഡ്. 8-ാമത്, അല്ല, നിന്റെ പ്രകാശം, നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. അടുത്തത്, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. നിന്റെ അന്ധകാരം നട്ട
നട്ടുച്ച പോലെയാകും. ഇന്ന് രാത്രി ഇരുട്ട് മാറും കേട്ടോ. ഈ അനിശ്ചിതാവസ്ഥ മാറും, ഈ അരക്ഷിതാവസ്ഥ മാറും. എന്ത് സംഭവിക്കുന്നുവെന്ന് അർദ്ധരാത്രി അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന അനുഭവത്തിൽ നിന്ന് മധ്യാഹ്നം പോലെ കാര്യങ്ങൾക്ക് തെളിവുണ്ടാകത്തക്കവണ്ണം, വെളിവുണ്ടാകത്തക്കവണ്ണം ഇന്ന് രാത്രി എൻ്റെ ദൈവമേ, എൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ശക്തിയോടെ അവനെ ആരാധിച്ച് സ്തോത്രം പറയാമോ? 11-ാം വാക്യം 10-ാമത് പറയുന്നു, യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും. നിനക്ക് സ്ഥിരത വന്ന ദൈവത്തിന് സ്ഥിരതയോടെ നിന്നെ നടത്താൻ പറ്റും. പ്രൈസ് ഗോഡ്. അടുത്തത്, വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ക്ഷയിച്ചിരുന്ന അസ്ഥികളെ ബലപ്പെടുത്തത്തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കാൻ പോകണം. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഷെയ്പ്പ് പോയ ചിലതിനെ ഷെയ്പ്പിലേക്ക് കൊണ്ടുവരുവാൻ അസ്ഥികളെ ബലപ്പെടുത്തിക്കൊണ്ട് ദൈവകൃപ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. പ്രകൃതിയെ, ആകൃതിയെ നശിപ്പിച്ച്, ഷെയ്പ്പ് നശിപ്പിച്ച് ഇട്ടിരിക്കുന്ന ചില വിഷയങ്ങളുടെ പുറത്ത് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവകൃപ വ്യാപരിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഇനി ദൈവത്തിന്റെ സ്തോത്രം. അടുത്തത്, നീ നനവുള്ള തോട്ടം പോലെയും. നീ നനവുള്ള തോട്ടം പോലെയാകും. അടുത്തത്, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും. 13-ാമത് പറയുന്നു, വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയുമാകും. ഏത് സീസണിൽ നോക്കിയാലും ഇതിൽ കൂടെ ഒരു ഉറവ ഒടുങ്ങി വരുന്നത് കാണാൻ സാധിക്കും. സീസണിന് അപ്പുറത്തായി, സീസൺ അതീതമായി നിന്റെ ജീവിതത്തിലേക്ക് നീരുറവുകൾ ഒഴുക്കുവാൻ കഴിവുള്ള കർത്താവായ യേശുവിൻ്റെ നാമത്തിന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് ആരാധിക്ക്. നീരുറവുകൾ തുറക്കട്ടെ, നീരുറവുകൾ തുറക്കട്ടെ, നീരുറവുകൾ തുറക്കട്ടെ, നീരുറവുകൾ തുറക്കട്ടെ. ഹാഗാറിന് വേണ്ടി നീരുറവ തുറന്ന ദൈവമേ, ശിംശോന് വേണ്ടി നീരുറവ തുറന്ന ദൈവമേ, ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മരുഭൂമിയിൽ തന്നെ, മരുഭൂമിയിൽ തന്നെ ചില നീരുറവകൾ തുറക്കട്ടെ. നിന്നെ ഇന്നിന്റെ ദൈവത്തെ ഭിന്നിപ്പിച്ചിരിക്കുന്ന പാപങ്ങൾക്ക് പരിഹാരം വരുമ്പോൾ നീരുറവുകൾ തുറക്കും. പ്രൈസ് ഗോഡ്. അടുത്തത്, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. പ്രൈസ് ഗോഡ്. ആമൻ. 14-ാമത് പറയുന്നു, നിന്റെ സന്തതിയെ കൊണ്ട് പണിയിപ്പിക്കും. ഇന്ന് രാത്രി സന്തതികളെ ഭാരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയത്തക്കവണ്ണം, കഴിഞ്ഞ നാളുകളിൽ ശത്രു ശൂന്യമായി കിട്ടിയിരിക്കുന്ന അവസ്ഥകൾ, നിർവീര്യമാക്കിയിട്ടിരിക്കുന്ന അവസ്ഥകൾ, നിഷ്ഫലമാക്കിയിട്ടുള്ള അവസ്ഥകൾ, അത് നിന്റെ സന്തതി പണിത് ഉയർത്തത്തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരം ഇന്ന് രാത്രി നടക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം നിന്റെ ഭവനത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ വീട്ടിൽ, നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. ഈ വചനത്തിന്റെ ശക്തി, ഈ വചനത്തിന്റെ ശക്തി തലമുറകളിലേക്ക് പ്രവേശിക്കട്ടെ, തലമുറകളിലേക്ക് പ്രവേശിക്കട്ടെ, ഞങ്ങളുടെ തലമുറകളിലേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കട്ടെ. തീർന്നില്ല. അടുത്തത്, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാൻ ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് 10 കൊല്ലം 15 കൊല്ലമൊക്കെ ആയിട്ട് തറ കെട്ടിയിട്ടേക്കുക, അതിനകത്ത് കാടും പിടിച്ച് പുല്ലും പിടിച്ച് കിടക്കുകയാണ്. എന്തുകൊണ്ടത് പണിയാഞ്ഞത്? ചിലർ പറയും കാശ് തീർന്നു പോയി. എന്തുകൊണ്ടത് പണിയാത്തത്? ചിലർ പറയും ഇതിൻ്റെ ഉടമസ്ഥൻ ചത്തുപോയി. വേറെ ചിലർ എന്തുകൊണ്ടത് പണിയാത്തത്? ഗവൺമെൻറ്റിൽ നിന്ന് സാങ്ഷൻ കിട്ടിയില്ല. എന്തുകൊണ്ടത് പണിയാത്തത്? വേറെ ചിലർ പറയും ഇടയ്ക്ക് വെച്ച് ഉടക്ക് വന്നു. ഇന്ന് രാത്രി നിന്റെ തലമുറ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഓട്ടക്കി കിട്ടുന്ന വിഷയങ്ങൾ, മുടക്കിയിട്ട വിഷയങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവം കൈകാര്യം ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ഒടക്കിട്ട വിഷയങ്ങൾ, മുടക്കിയിട്ട വിഷയങ്ങൾ, തലമുറ തലമുറയായി ശൂന്യമാക്കിയിട്ട വിഷയങ്ങൾ, അടിസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കത്തക്കവണ്ണം ഇന്ന് രാത്രി ദൈവകൃപയുടെ വ്യാപാരം നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ വിഷയങ്ങളിൽ വ്യാപരിക്കട്ടെ. അടുത്തത്, കേട് തീർക്കുന്നവനെന്ന്. ആമേൻ. നിന്റെ സന്തതിയെ കേട് തീർക്കുന്നവനാക്കി മാറ്റും. ശത്രു എത്ര വലിയ കേട് വച്ചിട്ടുണ്ടെങ്കിലും, എത്ര വലിയ കേട് വരുത്തിയിട്ടുണ്ടെങ്കിലും, എത്ര നാശനഷ്ടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ, യെശയ്യാ പ്രവചനത്തിന്റെ 58-ാം അധ്യായത്തിന്റെ ഈ വചനത്തിൽ കൂടെ ദൈവശക്തി വ്യാപരിച്ചിട്ട് കേട് തീർക്കത്തക്കവണ്ണമുള്ള ഒരു ദൈവകൃപ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വ്യാപരിക്കുവാൻ ദൈവശക്തി ഇറങ്ങി വരുന്ന രാത്രിയാകട്ടെ. ശക്തിയോടെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി കേടുകൾ തീരട്ടെ, കേടുകൾ തീരട്ടെ, കേടുകൾ തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ കേടുകൾ തീരട്ടെ.
നിന്റെ വീട്ടിലെ കേട്, സ്ഥലത്തിലെ കേട്, അവൻ ഹല്ല കുടുംബത്തിലെ കേട്, വിവാഹത്തിന്റെ കേട്, ജോലിയുടെ കേട്, അവൻ ഹല്ല ബിസിനസിന്റെ കേട്, ഏത് കേടായാലും കേട് തീർക്കുന്നവൻ എന്ന് പേരാകത്തക്കവണ്ണം ഇന്ന് രാത്രി ദൈവകൃപയുടെ വ്യാപാരം. ഹല്ലേലൂയ. 17 കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും. പാതകളെ യഥാസ്ഥാനത്തേക്ക് തെറ്റിപ്പോയതിനെയൊക്കെ ശരിയാക്കുന്ന ഒരു ദൈവകൃപ. യഥാസ്ഥാനപ്പെടേണ്ട വിഷയങ്ങളെ ഇന്ന് രാത്രി നിനക്ക് യഥാസ്ഥാനപ്പെടാൻ മനസ്സുണ്ടോ? നിന്റെ വിഷയങ്ങൾ എൻ്റെ ദൈവം യഥാസ്ഥാനപ്പെടുത്താൻ പോകുകയാണ്. നിന്റെ കുടുംബജീവിതത്തിൽ യഥാസ്ഥാനത്തിന് മനസ്സുണ്ടോ? നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു യഥാസ്ഥാനത്തിന് മനസ്സുണ്ടോ? നിന്റെ സകല വിഷയങ്ങളും സ്ഥാനം തെറ്റിക്കിടക്കുന്ന സകല വിഷയങ്ങളും ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന രാത്രിയാകട്ടെ. ഹല്ലേലൂയ. ഇനി 14 വാക്യം. നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ദൈവമായിട്ട് നിരപ്പ് പ്രാപിച്ചാലുണ്ടല്ലോ, നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറി ഓടിക്കുമാറാക്കും. ഇന്ന് രാത്രി എൻ്റെ അവസ്ഥയ്ക്ക്, എൻ്റെ താഴ്ചയുള്ള അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമെന്ന് ഈ വചനം പറയുന്നു. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? നിന്റെ താഴ്ചയുള്ള അവസ്ഥയ്ക്ക് ഇന്ന് രാത്രി മാറ്റം വരുത്തത്തക്കവണ്ണം, നിന്റെ കുടുംബത്തിൻ്റെ അവസ്ഥയ്ക്ക്, തലമുറയുടെ അവസ്ഥയ്ക്ക്, വീടിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തത്തക്കവണ്ണം ദൈവകൃപയുടെ വ്യാപാരം. പ്രൈസ് ഗോഡ്. 20 പറയുന്നു, അടുത്ത വാക്യം. നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. അടുത്തത്, യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യം പ്രാരംഭമായി പറഞ്ഞതുപോലെ നിന്റെ അകൃത്യങ്ങൾക്ക്, നിന്റെ പാപങ്ങൾക്ക്, നിന്റെ അതിക്രമങ്ങൾക്ക് യേശു വരുത്തിയ പരിഹാരം ഏറ്റെടുക്കാൻ ഇന്ന് രാത്രി മനസ്സുണ്ടെങ്കിൽ ഈ പറഞ്ഞ 20 അനുഗ്രഹങ്ങൾ നിൻ്റേതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കാം. ഇന്ന് രാത്രി ഒരു ഏറ്റുപറച്ചിൻ്റെ രാത്രിയാകട്ടെ. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങളത്രേ, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ. അതിന് പരിഹാരം വന്നു കഴിയുമ്പോൾ 20 വിധ അനുഗ്രഹങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ തലമുറയെ അനുഗ്രഹിക്കും, നിന്റെ ഇടപാടുകളെ അനുഗ്രഹിക്കും, നിന്റെ വീടിനെ അനുഗ്രഹിക്കും, നിന്റെ ചുറ്റുപാടിനെ അനുഗ്രഹിക്കും, സകലത്തെയും അനുഗ്രഹിക്കും. അതുകൊണ്ട് കരം ഉയർത്തി ഒരു നിമിഷം ശോധന ചെയ്യാം. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ട വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നെങ്കിൽ 1 മിനിറ്റ് കൊണ്ട്, വേണ്ട 1/2 മിനിറ്റ് കൊണ്ട് ഒന്ന് ഏറ്റുപറഞ്ഞാട്ട്, ദൈവത്തോട് ഏറ്റുപറഞ്ഞാട്ട്. നീ എവിടെ തെറ്റി, എവിടെ വീണു? ദൈവം എന്നെ പറയുന്നു, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്, ഉറക്കെ പറഞ്ഞു, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന എന്തോ കിട്ടും? കാരുണ ലഭിക്കും. പറഞ്ഞിട്ട് എന്തോ കിട്ടും? ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എനിക്ക് കരുണ കിട്ടുമെന്ന് ഉറപ്പോടൊരു ഹല്ലേലൂയ പറയാമോ? ഒന്നുകൂടെ പറയാമോ? അവസാനമായിട്ട് ഒരിക്കൽ കൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.